കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഏത് ബ്രിക്കുകൾ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈസിലി അവൈലബിൾ ആയ മെറ്റീരിയലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മലബാർ ഏരിയയിലാണെങ്കിൽ ലാട്രേറ്റ് അഥവാ ചെങ്കല്ല് നന്നായിട്ട് അവൈലബിൾ ആണ്. അവിടെ ചെങ്കല്ലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. തെക്കൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ലാട്രേറ്റിന്റെ അവൈലബിലിറ്റി കുറവാണ്. അവിടേക്ക് ഇഷ്ടിക, അതുപോലെ സിമെന്റ് ബ്ലോക്സ്, കുരുടീസ് എന്നൊക്കെ പറയുന്ന ടെറാക്കോട്ട ബ്ലോക്സ് ഒക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇഷ്ടിക നമുക്ക് ലാട്രേറ്റും സിമെന്റ് ബ്ലോക്കും ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കല്ല് വെക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഒരു 6 ഇഷ്ടിക വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലേബർ കോസ്റ്റ് കുറച്ച് അധികമാണ്. സിമെന്റ് ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് താരതമ്യേന ചെലവ് കുറവാണ്. ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡേ ടൈമിൽ നന്നായിട്ട് സിമെന്റ് ബ്ലോക്കുകൾ ചൂടിനെ അട്രാക്ട് ചെയ്യും. ഈ ചൂടിനെ റിലീസ് ചെയ്യുക രാത്രി സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ AC ഒക്കെ വെച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ഒരു വിങ്ങൽ ഫീൽ ആയിരിക്കും റൂമുകളിൽ ഉണ്ടാവുക. പിന്നെ ഒന്നുള്ളത് ടെറാക്കോട്ട ബ്ലോക്കാണ്. ഇതൊരു സോളിഡ് ബ്ലോക്ക് അല്ല, ഇതിനിടയിൽ കുറച്ച് ഹോളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എയർ ഗ്യാപ്പായി വർക്ക് ചെയ്ത് അകത്തേക്ക് അധികം ചൂടിനെ കടത്തിവിടില്ല. പക്ഷേ ഇത് ഇഷ്ടികയേക്കാളും സിമെന്റ് ബ്ലോക്കിനേക്കാളൊക്കെ ചെലവ് കുറച്ച് അധികമാണ്. ഇന്നിപ്പോൾ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ദിനംപ്രതി ചൂട് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് കോസ്റ്റ് മാത്രം നോക്കാതെ ചൂടിനെ കൂടി പരിഗണിച്ചിട്ടുള്ള നിർമ്മാണ രീതിയായിരിക്കും നന്നാവുക.